ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഇംഗ്ലീഷിലെ മിസ്റ്റർ തോറാട്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്യാരക്ടറിലേക്ക് കിടക്കാം. മക്കളെ, നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഏത് ക്യാരക്ടറാണോ എഴുതുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് നടുവിലായിട്ട് എഴുതിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, സോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ തോറാട്ട്. മിസ്റ്റർ തോറാട്ട് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ഭാരത് സർക്കസ്. ഭാരത് സർക്കസിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു മിസ്റ്റർ തോറാട്ട്. ഓക്കെ, yes, he played a major role in realizing Ray's film Goopy Gaine Baga Baine, and Ray gratefully remembered him in Ray's memoir Project Tiger. അതായത് സത്യജിത്ത് റേയുടെ ഫിലിമായിട്ടുള്ള ഗൂപ്പി ഗൈനെ ബാഗ ബൈനയിൽ വളരെ മേജർ റോള് വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? മിസ്റ്റർ തോറാട്ട്. അതുപോലെ റേയുടെ മെമ്മർ ആയിട്ടുള്ള പ്രൊജക്ട് ടൈഗറിലും അദ്ദേഹത്തെക്കുറിച്ച് റിമെമ്പർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ ബട്ട് ലുക്ക്ഡ് ലൈക്ക് എ നേപ്പാളി. ഈ പോയിന്റ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ, അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. ബട്ട് ലുക്ക്ഡ് ലൈക്ക് എ നേപ്പാളി, പക്ഷേ ഒരു നേപ്പാളിയുടെ ലുക്കുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു മിസ്റ്റർ തോറാട്ട്. ഹി വാസ് വെൽ ബിൽഡ് ആൻഡ് അറൗണ്ട് 40 years ഓഫ് ഏജ്. അദ്ദേഹത്തിൻ്റെ പ്രായം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിക്കണം. അദ്ദേഹത്തിന് അറൗണ്ട് 40 years ഓഫ് ഏജ്, ഏകദേശം 40 വയസ്സിൻ്റെ അടുത്തായിരുന്നു. ഓക്കെ, 40 വയസ്സ് അടുപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് വാസ് വെരി വെൽ ബിൽഡ്, വളരെ വെൽ ബിൽഡ് ആയിട്ടുള്ള ബോഡി ആയിരുന്നു മിസ്റ്റർ തോറാട്ടിനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. റെഡി? യെസ്. ഹി വാസ് ഇൻ ചാർജ് ഓഫ് ദ റിസ്കി ടാസ്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് കീപ്പിംഗ് വൈൽഡ് ആനിമൽസ് ഇൻ ദ സർക്കസ് കമ്പനി. സർക്കസ് കമ്പനിയിൽ വൈൽഡ് ആനിമൽസിൻ്റെ ട്രെയിനറായിട്ടായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്തിരുന്ന വർക്ക്. Okay, he had to face many tiger attacks and he had a scar on his forearm which had been caused by a tiger. ഈ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോണം. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ പറയുന്ന സമയത്ത് മിക്ക കുട്ടികളും എഴുതാതെ പോകുന്ന ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞ സ്കാറിൻ്റെ പോയിന്റ്. അത് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഹി ഹാഡ് എ സ്കാർ ഓൺ ഹിസ് ഫോർആം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ഒരു ടൈഗർ കാരണമുണ്ടായ സ്കാർ അദ്ദേഹത്തിൻ്റെ ഫോർആമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്കാർ ഉണ്ടായിരുന്നു. സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവിൻ്റെ പാട് എന്നാണ് ഉദ്ദേശം. ഓക്കെ, ഒരു സ്കാർ ഉണ്ടായിരുന്നു. ഹി വാസ് എ മാൻ വിത്ത് ഇനഫ് പ്രാക്ടിക്കൽ വിസ്ഡം. അദ്ദേഹത്തിന് വളരെയധികം പ്രാക്ടിക്കൽ വിസ്ഡമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധി കൂടുതലായിരുന്നു. ഓക്കെ, ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ടായിരുന്നു. ഹി ബ്രോട്ട് 2 ടൈഗേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1. ഓക്കെ, ഒരു ടൈഗറിന് പകരം 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നു ടു ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഹിസ് ഐഡിയ വാസ് ദാറ്റ് ഇഫ് 1 ടൈഗർ ഡിഡ് നോട്ട് ബിഹേവ് വെൽ ദ അതർ 1 കുഡ് ബി യൂസ്ഡ്. ഒരു ടൈഗർ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പോലും, ഓക്കെ, ഒരു ടൈഗർ പോലും മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടൈഗറിനെ വെച്ച് ഷൂട്ടിംഗ് നടത്താമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. സോ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഹി സീംഡ് നോട്ട് ടു ബി കോൺഫിഡൻറ്റ് ഇനഫ് അബൌട്ട് സെറ്റിംഗ് ഹിസ് ടൈഗേഴ്സ് ഫ്രീ ഓൺ ദെയർ ഓൺ അറ്റ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗേഴ്സിനെ ഫ്രീ ആക്കി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ആ ടൈഗേഴ്സിൻ്റെ മിസ്ബിഹേവിങ് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അത്രയും കോൺഫിഡൻറ്റ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഹി സീംഡ് നോട്ട് ടു ബി കോൺഫിഡൻറ്റ് ഇനഫ് അബൌട്ട് സെറ്റിംഗ് ഹിസ് ടൈഗേഴ്സ് ഫ്രീ ഓൺ their own at the shooting location, but he himself suggested a solution. പക്ഷേ അദ്ദേഹം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു. എന്തായിരുന്നു ആ സൊല്യൂഷൻ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത്? യെസ്, എ തിൻ ബട്ട് സ്ട്രോങ് അയൺ വയർ കുഡ് ബി ഫിക്സ്ഡ് അറൗണ്ട് ദ നെക്ക് ഓഫ് ദ ടൈഗർ ആൻഡ് ഇറ്റ് വുഡ് നോട്ട് ബി വിസിബിൾ ടു ദ ക്യാമറ. ക്യാമറയ്ക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ ഒരു തിൻ അയൺ വയറിനെ അതായത് ടൈഗറിൻ്റെ നെക്കിൽ ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ഐഡിയ? മിസ്റ്റർ തോറാട്ട് നൽകിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പറയാം ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ നൽകാനുള്ള ഒരു കഴിവ് കൂടി മിസ്റ്റർ തോറാട്ടിന് ഉണ്ടായിരുന്നു. റെഡി? യെസ്. ഹി വാസ് സീൻ വെരി മച്ച് ഫ്രൈറ്റൻഡ് ആൻഡ് ഹെൽപ്ലെസ് അറ്റ് ദ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ഫെറീഷ്യസ് ടൈഗർ. ഓക്കെ, അതായത് ഈ പറഞ്ഞ വയലൻ്റ് ആയ ടൈഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വളരെ ഫ്രൈറ്റൻഡ് ആയിരുന്നു, അതുപോലെ വളരെ ഹെൽപ്ലെസ്സും ആയിരുന്നു എന്നുള്ള കാര്യം എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കാം. Ready. He failed to control the animal when it turned violent. But Mr. Thorat was hard-working and adventurous and a man of high regard for others. ആ പോയിന്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം. അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അഡ്വഞ്ചറസ് ആയിരുന്നു, അതുപോലെ എ മാൻ വിത്ത് ഹൈ റിഗാർഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനായിരുന്നു മിസ്റ്റർ തോറാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ 3 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അഡ്വഞ്ചറസ് ആയിരുന്നു,
അതുപോലെ തന്നെ എ മാൻ ഓഫ് ഹൈ റിഗാർഡ് ഫോർ അതേഴ്സ് ആയിരുന്നു. ഓക്കെ, മറ്റുള്ളവർക്ക് പ്രശംസിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. റെഡി? യെസ്. വെൻ ദ ഫസ്റ്റ് ഷൂട്ടിംഗ് അറ്റംപ്റ്റ് ഫെയിൽഡ്, ആദ്യത്തെ ഷൂട്ടിംഗ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്തപ്പോൾ ഹി റെഡിലി അഗ്രീഡ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ബ്രിങ്ങിങ് ദ ടൈഗേഴ്സ് ഫോർ ദ സെക്കൻഡ് ടൈം. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ചെയ്താൽ പോലും രണ്ടാമത്തെ ടൈമിലേക്ക് അദ്ദേഹം തൻ്റെ ടൈഗറുകളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അവരുടെ കൂടെ നിന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് എ വെരി കോപ്പറേറ്റീവ് പേഴ്സൺ. ഓക്കെ, ആ പോയിന്റും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അദ്ദേഹം വളരെ കോപ്പറേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ആൻഡ് വിത്തൗട്ട് ഹിസ് കോപ്പറേഷൻ റേസ് ഫിലിം ഗൂപ്പി ഗൈനെ ബാഗ ബൈനെ വുഡ് നോട്ട് ഹാവ് ബീൻ റിയലൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പറേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ നടക്കില്ലായിരുന്നു എന്നാണ് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ച് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ എഴുതിയാൽ പോരാ. നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കുറച്ചുകൂടി ഇൻസിഡൻസ് കൂടി ഒന്നുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് നരേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു ചെറിയൊരു മോഡലാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാടധികം ഹിൻറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇത് എഴുതിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത്രയും നല്ലത്. എഴുതിയെടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യനുകളും കൂടുതൽ ക്യാരക്ടർ സ്കെച്ചുകളും വേണമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത്, ഓക്കെ, ഏതിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് വേണ്ടത് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. ബൈ.